കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി വീണ്ടും ദൈവം ഒരവസരം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് നമ്മൾ ക്രമമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1-ാമത്തെ അധ്യായം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്ന് നമുക്ക് 2-ാമത്തെ അധ്യായം ആരംഭിക്കാം. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറയുന്നത്? അപ്പോൾ പ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ, ആത്മീയ പ്രവർത്തനങ്ങൾ വ്യർത്ഥമായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഫലകരമായി തീരാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ഇവിടെ തെസ്സലോനിക്കയിൽ പൗലോസ് അപ്പോസ്തലൻ വന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് വ്യർത്ഥമാകാതെ ഫലകരമായി തീർന്നു എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, അവിടെ വളരെ കഷ്ടത്തിലൂടെയും ഒക്കെ കടന്നു പോയെങ്കിലും ദൈവത്തിന്റെ സന്തോഷത്തോടെ സുവിശേഷം സ്വീകരിക്കുകയും കഷ്ടങ്ങളിലും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ കാര്യങ്ങളിലൊക്കെ വളരെ ഏറെ മുന്നോട്ട് പോകുന്ന ഒരു പറ്റം വിശ്വാസികൾ, ഒരു സഭ അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് തെസ്സലോനിക്കയിലേക്ക് പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും ചെന്നത് അത് വ്യർത്ഥമായില്ല എന്ന് പറയുവാനായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, സുവിശേഷം അറിയിക്കുന്ന മേഖലകളിൽ അങ്ങനെ സഭകൾ അങ്ങനെ ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷം അറിയിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ തന്നെ പുതിയ സഭകൾ രൂപപ്പെടുക എന്ന് പറയുന്നത് ഒരു പരിധിവരെ നടക്കുന്നില്ലാത്ത, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അത് തീരെയും നടക്കാത്തതായ ഒരു കാര്യമാണ്. പല സഭകളും ഉള്ളത് തന്നെ ശോഷിച്ചും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഫലകരമായി അല്ലെങ്കിൽ വ്യർത്ഥമായില്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സുവിശേഷം അറിയിക്കുന്ന ദേശത്ത് അതിനെ അനുസരിക്കുന്നതായ ഒരു പറ്റം ആളുകൾ കൂടി വന്ന് കർത്താവിന്റെ മണവാട്ടിയായ ഒരു സഭയായി അന്യോന്യം സ്നേഹിച്ചും സേവിച്ചും ദൈവപ്രസാദമായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഫലകരമാണ്. അങ്ങനെയല്ല എങ്കിൽ അത് വ്യർത്ഥമാകുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫലകരമാകണം അല്ലെങ്കിൽ വ്യർത്ഥമാകരുത് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയല്ല ഇന്ന് അനേക സുവിശേഷ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അത് എങ്ങനെയെങ്കിലും സുവിശേഷം അറിയിക്കുക, അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ് കൂടുതൽ. അത് ഫലമുണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് ഒന്നും അങ്ങനെ ആളുകൾക്ക് വിഷയമല്ല. ആ സുവിശേഷം പ്രസംഗിക്കുന്നു, സുവിശേഷം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങൾ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിച്ചതിൽ അവർ സന്തോഷവും അതിൽ സംതൃപ്തിയും അന്വേഷിക്കുന്നവരും അതിൽ നേടുന്നവരുമാണ് യഥാർത്ഥത്തിലുള്ള ഇന്നുള്ള ഈ കാലഘട്ടത്തിലെ ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ അതൊക്കെ വ്യർത്ഥമായി പോകുന്നതായിട്ടുള്ള പ്രസംഗങ്ങളാണ്. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകുന്നില്ല. കർത്താവിന്റെ സഭ പണിയപ്പെടുന്നില്ലെങ്കിൽ ആളുകൾ മാനസാന്തരത്തിലേക്ക് വരികയും സഭയോട് ചേരുകയും ഒരു സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് രൂപാന്തരം വരികയും അവര് ഒരു ശരീരം എന്ന പോലെ സഭയിലെ അംഗങ്ങളായി നിലനിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി അന്യോന്യം പ്രബോധിപ്പിച്ചും ഒക്കെ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ മാത്രമേ സുവിശേഷ പ്രവർത്തനം ഫലകരമാകുന്നുള്ളൂ. അല്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ കേവലം മനുഷ്യന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് അന്ത്യകൽപ്പന കൊടുത്ത് വിടുമ്പോൾ പോലും അവിടെ നിങ്ങൾ പോയി പ്രസംഗിക്കണം എന്നല്ല, നിങ്ങൾ ശിഷ്യരാക്കണം എന്നുള്ളതാണ് കൽപ്പന. ശിഷ്യരാക്കണം എന്നുള്ള കൽപ്പനയ്ക്ക് പ്രസംഗം അതിനാവശ്യമാണ്. അതുപോലെ തന്നെ സ്നാനപ്പെടുത്തുക, വചനം കേൾക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, അവരെ ദൈവവചനം പഠിപ്പിക്കുക, അതുവഴി അവരെ ശിഷ്യന്മാരാക്കുക എന്നുള്ളതാണ് ദൈവിക നിയോഗം എന്ന് പറയുന്നത്. കേവലം ചില പ്രസംഗങ്ങൾ മാത്രം ഉപരിപ്ലവമായി നടത്തിയതിനു ശേഷം കർത്താവിന്റെ വേല ചെയ്തു എന്ന് പറയുന്നതായ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തോട് ചേരുന്നതല്ല, അതിനോട് നിരക്കുന്നതുമല്ല എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ തെസ്സലോനിക്കയിൽ പോയി അവിടെ പോയത് വ്യർത്ഥമായില്ല. കാരണം അവിടെ ഒരു സഭ രൂപപ്പെട്ടു. അതും വളരെ നല്ല ഒരു സഭ അവിടെ രൂപപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഇങ്ങനെ പറയുന്നത്.
രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. നമുക്കറിയാം ഫിലിപ്പിയിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും തെസ്സലോനിക്കയിൽ വരുന്നത്. ഫിലിപ്പിയിൽ അവര് വളരെ കഷ്ടം അനുഭവിച്ചതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയിൽ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അതിന്റെ ചരിത്രം കാണുവാനായിട്ട് കഴിയും. അവിടെ ഒരു ലക്ഷണം പറയുന്ന ഒരു വെളിച്ചപ്പാടത്തി ഉണ്ടായിരുന്നു. ആ വെളിച്ചപ്പാടത്തിയിൽ ഭൂതമുണ്ടായിരുന്നു. ആ ഭൂതത്തെ അവിടുന്ന് പുറത്താക്കുകയും ആ വെളിച്ചപ്പാടത്തി പെൺകുട്ടിയെ കൊണ്ടുള്ള ലാഭം നിന്നുപോയി എന്നുള്ളത് അറിഞ്ഞ് അവിടെയുള്ള ആളുകൾ പൗലോസ് അപ്പോസ്തലനെയൊക്കെ വലിച്ചുകൊണ്ടുപോയി, പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് വലിച്ചുകൊണ്ടുപോയി. അങ്ങനെ അവരെ ജയിലിലടച്ചു, തടവിലാക്കി. അതിനുശേഷം അവരെ അവിടെ നിന്ന് ദൈവം വിടുവിക്കുന്നതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷമാണ് ഇവര് യഥാർത്ഥത്തിൽ തെസ്സലോനിക്കയിലേക്ക് വരുന്നത്. ഫിലിപ്പിയിൽ നിന്നാണ് തെസ്സലോനിക്കയിലേക്ക് അവർ വരുന്നത്. അപ്പോൾ ഫിലിപ്പിയിലെ കഷ്ടവും അപമാനവും ഒക്കെ അവർ സഹിച്ചതിനെ കുറിച്ചാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ തെസ്സലോനിക്കയിൽ വന്നപ്പോഴും അവരുടെ അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. അവിടെയും കഷ്ടങ്ങൾ തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് അറിയിപ്പോൾ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിലായിരുന്നു അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. കർത്താവ് അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ലെന്നും കർത്താവ് അനുവദിക്കുന്നിടത്തോളം അവരുടെ ജീവിതം, അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ അത് ഫലകരമാകുമെന്നും ഒക്കെയുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ദൈവത്തിൽ ധൈര്യപ്പെട്ടു എന്ന് നമുക്ക് കാണാം. പിന്നെ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. അപ്പോൾ ഇവിടെ പ്രബോധനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുവിശേഷത്തെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് 2-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ 4-ാമത്തെ വാക്യത്തിലും ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഈ പ്രബോധനം എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷത്തെ കുറിച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ സുവിശേഷം അല്ലെങ്കിൽ ഞങ്ങൾ പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. 3 കാര്യങ്ങളാണ് അവര് സുവിശേഷം എവിടെ നിന്നല്ല വന്നത് എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1, അബദ്ധത്തിൽ നിന്നല്ല. 2, അശുദ്ധിയിൽ നിന്നല്ല. 3, അത് വന്നത് വ്യാജത്തോടെയുമല്ല. ഈ അബദ്ധത്തിൽ നിന്നാണോ എന്ന് ചോദിച്ചാൽ അത് ആ ഒരു വാക്ക്, മലയാള വാക്ക് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ അല്പ പ്രയാസമുണ്ട്. അബദ്ധത്തിൽ നിന്ന് എങ്ങനെയാ വരുന്നത്? അതിന്റെ മൂലഭാഷയിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് തർജ്ജമയിലേക്കൊക്കെ ചെന്നാൽ ആ വാക്കിന്റെ യഥാർത്ഥത്തിലുള്ള ആ വാക്ക് എന്ന് പറയുന്നത് ഒരു തെറ്റായ ആശയത്തിൽ നിന്നല്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു തെറ്റിൽ നിന്നോ അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. അതാണ് സുവിശേഷത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഒരുപക്ഷെ പൗലോസ് അപ്പോസ്തലൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ വ്യാജമായിട്ടുള്ള സുവിശേഷവും ഒക്കെ പ്രചരിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നൊക്കെ വായിക്കുവാനായിട്ട് കഴിയും. അത് മാത്രവുമല്ല, വ്യത്യസ്തങ്ങളായിട്ടുള്ള മതചിന്തകളും കാഴ്ചപ്പാടുകളും ഒക്കെ ഈ നിലയിൽ സമൂഹത്തിൽ വന്നിരുന്ന അല്ലെങ്കിൽ ജാതീയമായ പശ്ചാത്തലത്തിൽ പോലും അങ്ങനെയുള്ളതായ പ്രമാണങ്ങൾ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതായിട്ടുള്ള സുവിശേഷം അതൊരിക്കലും അബദ്ധത്തിൽ നിന്നല്ല, അതൊരിക്കലും അശുദ്ധിയിൽ നിന്നല്ല, അതൊരിക്കലും വ്യാജത്തോടെയുമല്ല. അബദ്ധത്തിൽ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിൽ നിന്ന് വന്നതല്ല, ശരിയായ ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതായിട്ട് സുവിശേഷം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രബോധനം വന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല എന്ന് പറയുമ്പോൾ ഈ നിലയിലൊക്കെ ഒരുപക്ഷെ സുവിശേഷത്തെ കൂട്ടിക്കളയുന്നതായിട്ടുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ കാണുന്നിരിക്കും. അതല്ല എങ്കിൽ മറ്റു പല മതവിശ്വാസങ്ങളും അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും അങ്ങനെ അവര് പറയുവാനായിട്ട് സാഹചര്യമായത്. എന്നാൽ
നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഈ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായത്തിൽ അവര് ഫിലിപ്പിയിൽ വെച്ചുണ്ടായതായ ഒരു സംഭവത്തെ നാം ശ്രദ്ധിച്ചാൽ 16-ാമത്തെ അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്ന്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. അപ്പോൾ ഇവിടെ ഒരു ലക്ഷണം പറയുന്ന വെളിച്ചപ്പാടത്തിയായ, അതായത് ആഭിചാര പ്രക്രിയ ചെയ്യുന്ന, ഭൂതത്തിന്റെ സഹായത്താൽ ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ത്രീ. അവര് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചും കൂട്ടാളികളെ കുറിച്ചും പറയുന്നത്, ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം അറിയിക്കുന്നവരാണ്, നല്ല കാര്യങ്ങളാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വെളിച്ചപ്പാടത്തിൽ വിളിച്ചു പറയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു അവസ്ഥ നാം ചിന്തിച്ചാൽ, അങ്ങനെയൊക്കെ ഒരു വെളിച്ചപ്പാടത്തി എന്ന് ഒരു പക്ഷെ അറിയാവുന്നതായിട്ടുള്ള ഒരാൾ പോലും ഇങ്ങനെയൊക്കെ സുവിശേഷ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞാൽ അവരെ കൂട്ടിച്ചേർത്ത് ഒരു നല്ല സ്ഥാനമൊക്കെ നൽകി ആദരിച്ച് കൂട്ടത്തിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായേക്കാം. കാരണം നല്ല കാര്യങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ പറയുന്നു, ശരിയായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ഈ വചനം എന്ന് പറയുന്നത് അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾ പറയുന്നതായ എല്ലാ കാര്യമോ അല്ലെങ്കിൽ ആ ആൾ തന്നെയോ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ സ്ത്രീ എന്തെങ്കിലും, ഈ വെളിച്ചപ്പാടത്തി എന്തെങ്കിലും ഇവരെ കുറിച്ച് മോശമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. എങ്കിലും വ്യാജത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഇവിടെ ദൈവത്തിന്റെ വഴിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വഴിയെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകളെ കുറിച്ച് ഇവിടെ വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അത് അശുദ്ധിയിൽ നിന്നാണ്, വ്യാജത്തിൽ നിന്നാണ്, തെറ്റായിട്ടുള്ള അടിസ്ഥാനത്തിൽ നിന്നാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചൊക്കെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ വന്നത് എന്നുള്ളത് കൊണ്ട് അത് സ്വീകാര്യമല്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ശരി, ഈ തെറ്റിൽ നിന്നോ അല്ലെങ്കിൽ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ കൂടിയോ വന്നതല്ല, മറിച്ച് എന്തിൽ നിന്നാണ് വന്നത് എന്നുള്ളതാണ് അടുത്ത 2 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലനോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ. അപ്പോൾ എന്താണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? സുവിശേഷം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല, മറിച്ച് ദൈവത്തിന് ഞങ്ങളെ കൊള്ളാവുന്നവരായി തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം എല്ലാവർക്കും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്കാണ് സുവിശേഷം അല്ലെങ്കിൽ വചന സന്ദേശം പറയുവാനായിട്ട് അനുവാദമുള്ളൂ. അതല്ലാതെ അതിനുള്ള യോഗ്യത എന്ന് പറയുന്നത്, അത് ആ അനുവാദം അല്ലെങ്കിൽ ആ ഭരമേൽപ്പിക്കൽ ദൈവം ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ്. അത് ഏൽപ്പിക്കണമെങ്കിൽ അതിന് ചില യോഗ്യതകളൊക്കെ ദൈവം വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സുവിശേഷം എല്ലാവർക്കും പറയാമോ എന്ന് ചോദിച്ചാൽ, സുവിശേഷം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരെ ഭരമേൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഈ കൊള്ളാവുന്നവരായി തെളിഞ്ഞ ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ദൈവം അവരെ മാത്രമേ സുവിശേഷം ഭരമേൽപ്പിക്കുന്നുള്ളൂ. ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നതൊക്കെ, അല്ലെങ്കിൽ നമുക്ക് മൂപ്പന്മാരുടെ യോഗ്യതകളെ കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. തിമോത്തിയോസും തീത്തോസും എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് മൂപ്പന്മാരുടെ എന്ന നിലയിലാണ് അവിടെ യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ തന്നെയും അത് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ ആളുകൾക്കും ആ യോഗ്യതകൾ ആവശ്യമാണ്. അവർ സുവിശേഷകന്മാരാണെങ്കിലും അവര് പ്രവാചകന്മാരാണെങ്കിലും അപ്പോസ്തലന്മാരാണെങ്കിലും ഒക്കെ ആ പറഞ്ഞതായിട്ടുള്ള യോഗ്യതകൾ ആവശ്യമാണ്. ദൈവവചനം എടുത്ത് പ്രസംഗിക്കുന്നതായ, പഠിപ്പിക്കുന്നതായ, ഉപദേശിക്കുന്നതായ എല്ലാവർക്കും അങ്ങനെയുള്ള ചില യോഗ്യതകൾ ആവശ്യമാണ്. അങ്ങനെയുള്ള യോഗ്യതകൾ ഉള്ള ആളുകളെ മാത്രമാണ് ദൈവം അവിടെ ഭരമേൽപ്പിക്കുകയുള്ളൂ. അങ്ങനെയുള്ള യോഗ്യതകൾ ഇല്ലാത്ത ആളുകളെ ഭരമേൽപ്പിക്കുന്നു എന്ന് വന്നാൽ ഈ സുവിശേഷം അശുദ്ധിയിൽ നിന്നുണ്ടാകുന്നു എന്ന് മാത്രമേ പറയുവാനായിട്ട് കഴിയുള്ളൂ.
ഒരു വെളിച്ചപ്പാടത്തിയുടെ വായിൽ നിന്ന് വന്നതായിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് പൗലോസ് അപ്പോസ്തലനോ ദൈവത്തിനോ അത് സ്വീകാര്യമായിരുന്നില്ല. കാരണം ആ വെളിച്ചപ്പാടത്തി അത് പറയുവാൻ യോഗ്യയായിരുന്നില്ല, അങ്ങനെ ഒരു കാര്യം പരിമേൽപ്പിച്ചിരുന്നില്ല. കാരണം മരണശിക്ഷ വിധിച്ചിരിക്കുന്നതായ ഒരു പാപത്തിന്റെ അടിമയായിരുന്നു എന്ന് മാത്രവുമല്ല, തന്നിൽ ഒരു ഭൂതവും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട്. ഞാന് ബോംബെയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യത്തെ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് ആന്ധ്രയിൽ ഒരു സഭയില് ഒരു പാസ്റ്ററായിരുന്നു. ഈ പാസ്റ്ററായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത്. പാസ്റ്ററായിരുന്നു. പക്ഷെ ഒരിക്കൽ സഭയിൽ വെച്ച് ഈ പാസ്റ്ററിന് ഭൂതബാധ ഉണ്ടായി. എന്നിട്ട് മറ്റേതോ ആരോ വന്ന് ആ ഭൂതത്തെ ഇറക്കി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് സ്വന്തം മകൻ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിലൊരു തെറ്റ് വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് ശരിയാണെങ്കിൽ ഭൂതബാധിതരായിട്ടുള്ള ആളുകൾ പോലും ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവ മക്കളെ, ദൈവസഭയെ വഞ്ചിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പാകെ നിലനിൽക്കുന്നുണ്ട്. അത് വിവേചിച്ചറിയുവാനായിട്ട് ഒരു പക്ഷെ കഴിയുന്നില്ല. അങ്ങനെ ഭൂതബാധ ഉള്ളതായിട്ടുള്ള ഒരു പാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്ന സഭയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. ആ സഭയെ കുറിച്ചും അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സഭ എന്ന് പറയുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അപ്പോൾ ചില സഭയുടെ പേരുകൾ എടുത്തുകൊണ്ട്, സഭ എന്ന പേരെടുത്തുകൊണ്ട് വ്യാജമായി ജീവിക്കുന്നതായിട്ടുള്ള കുറെ ആളുകൾ ആയിരുന്നു അവർ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സുവിശേഷം, ദൈവവചനം പ്രസംഗിക്കുന്നത് അത് ശരിയായിട്ടുള്ള ദൈവം ഭരമേൽപ്പിച്ച ആളുകളിൽ നിന്ന് മാത്രമേ അത് പാടുള്ളൂ. ദൈവം അവരെ ഭരമേൽപ്പിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് ദൈവം അവരോട് കൂടെ ഇരിക്കുകയുള്ളൂ. ദൈവം ഭരമേൽപ്പിച്ചതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണെങ്കിൽ മാത്രമേ അവരോടുകൂടി ദൈവം ഇരിക്കുകയുള്ളൂ, അതിന് ഫലവും ഉണ്ടാകുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സുവിശേഷത്തെ കുറിച്ച് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ദൈവസന്നിധിയിൽ കൊള്ളാകുന്നവരായി നാം തെളിയിക്കപ്പെടുക എന്നുള്ളതാണ്. നമുക്കതൊരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ആഗ്രഹങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കാണും, പ്രസിഡന്റ് ആയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കാണും. പക്ഷെ നമ്മളുടെ ആഗ്രഹങ്ങളല്ല, മറിച്ച് അതിന് നമ്മുടെ കഴിവും പ്രാപ്തിയും യോഗ്യതയുമാണ് കണക്കിടുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ മേഖലകളിലും ദൈവത്തിനെ കൊള്ളാവുന്നവരായി തെളിയുന്ന ആളുകളെയാണ് ദൈവം ഈ സുവിശേഷം ഭരമേൽപ്പിക്കുന്നത്. അവരോടുകൂടി മാത്രമേ ദൈവം ഇരിക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണാം. അപ്പോൾ അശുദ്ധിയിൽ നിന്നല്ല, ഞങ്ങൾ കൊള്ളാവുന്നവരായി ദൈവസന്നിധിയിൽ തെളിയിക്കപ്പെട്ടു എന്നുള്ള നിലയിലാണ്. അപ്പോൾ കൊള്ളാവുന്നവരായി തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരിൽ യാതൊരു അപര്യാപ്തതയും ഇല്ല എന്നതിനർത്ഥമില്ല. അവരിൽ അപര്യാപ്തതയൊക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവം കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിനെ നോക്കി വിശ്വസ്തയോടെ മുമ്പോട്ട് പോകുന്ന ആളുകളെ ദൈവം അതിന്റെ ഗുണങ്ങളെയും ശരിതെറ്റുകളെയും അവരുടെ കൊള്ളാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ദൈവമാണ് അതിൽ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് കാണാം. അതിനകത്ത് നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ സഭാജീവിതവും ഒക്കെ ആ യോഗ്യതകളിൽ ഉൾപ്പെടുന്നതായിട്ടുള്ള കാര്യങ്ങളുമാണ്. ശരി, അപ്പോൾ കൊള്ളാവുന്നവരായി തെളിഞ്ഞു, അതുകൊണ്ട് അശുദ്ധിയിൽ നിന്നല്ല. പിന്നെ രണ്ടാമത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്തീയ മേഖലയിലുള്ള പ്രാസംഗികരുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. അതിന് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, മനുഷ്യരെ പ്രസാദിപ്പിച്ചാലാണ് പിന്നെയും പിന്നെയും ആളുകൾ അവരെ പ്രസംഗത്തിന് വിളിക്കുകയുള്ളൂ. അത് പലപ്പോഴും അവരുടെ ഒരു വരുമാന മാർഗവുമാണ്. അതുപോലെ അവര് പേരെടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും പ്രസംഗത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതല്ലാതെ ദൈവനാമം മഹത്വപ്പെടുകയെന്നോ അല്ലെങ്കിൽ സഭയുടെ വളർച്ചയോ അതൊന്നും ആയിരിക്കില്ല പലപ്പോഴും അങ്ങനെയുള്ള അനേക ആളുകളുടെയും പ്രസംഗത്തിന്റെ കാര്യം എന്ന് പറയുന്നത്. പ്രസംഗിക്കാൻ വിളിക്കുന്നതായിട്ടുള്ള ആളുകളെ പൊക്കി പറഞ്ഞും സുഖിപ്പിച്ചും സന്തോഷിപ്പിച്ചും അങ്ങനെ സഭയിലുള്ള ആളുകളെയൊക്കെ അങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന, പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. അതിന്റെ ഒരു മറുവശം എന്ന് പറയുന്നത് എല്ലാവരെയും വിമർശിച്ച് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകളുമുണ്ട്. ഇത് രണ്ടും യഥാർത്ഥത്തിൽ
ഈ ഒരാളെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ അവിടെയും മറ്റു ചിലരെ പ്രസാദിപ്പിക്കലാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. വിമർശനം ഒന്നിനും ഒരു പരിഹാരവുമല്ല എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വാക്കുകൾ ഒരിക്കലും ആകുവാനായിട്ട് പാടില്ല. മനുഷ്യൻ പ്രസാദിക്കുന്നിടത്ത് ദൈവം പ്രസാദിക്കുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് ശുശ്രൂഷയിൽ പലപ്പോഴും മനുഷ്യർക്ക് പ്രസാദവും വരികയില്ല. കാരണം മാനസാന്തരത്തെക്കുറിച്ച് കേൾക്കുന്നതോ പാപത്തെക്കുറിച്ച് കേൾക്കുന്നതോ ന്യായവിധിയെക്കുറിച്ച് കേൾക്കുന്നതോ ഒന്നും ആളുകൾക്ക് അത്ര രസമുള്ള കാര്യമല്ല. എന്നാൽ സൗഖ്യത്തെക്കുറിച്ച് കേൾക്കുന്നത്, അതല്ലെങ്കിൽ സമൃദ്ധിയെക്കുറിച്ച് കേൾക്കുന്നത്, അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുന്നത്, ഒരുപക്ഷെ അങ്ങനെയുള്ള പ്രസംഗങ്ങളൊക്കെ ആളുകൾക്ക് കേട്ടിരിക്കാൻ രസമാണ്. അത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ ആശ്വാസവും ഒക്കെ അവർക്ക് വരും. താൽക്കാലികമായിട്ടാണെങ്കിലും ആശ്വാസമൊക്കെ വരും. അങ്ങനത്തെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ധാരാളം കേൾവിക്കാരുണ്ടാകും. എന്നാൽ വളരെ ശുദ്ധമായ ദൈവവചന പഠനങ്ങളിൽ അത് കേൾവിക്കാർ പോലും ആളുകൾ വളരെ കുറവാണ് എന്ന് മാത്രവുമല്ല, അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോലും ആളുകൾ വരുവാനായിട്ട് താല്പര്യപ്പെടുകയില്ല. അതുകൊണ്ട് സത്യത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകൾ എല്ലാ കാലത്തും ചുരുക്കമാണ് എന്ന് നമുക്കറിയാം. അത് എല്ലാ കാലത്തും ചുരുക്കമാണ്. നമുക്കറിയാം, നോഹയുടെ കാലത്ത് നോഹയും ഒരു കുടുംബവും മാത്രമാണ് ദൈവത്തെ കേട്ടിരുന്നതായിട്ടുള്ള ആളുകൾ. അതുപോലെ കാലഘട്ടങ്ങൾ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം മാത്രമേ എല്ലാ കാലത്തും സത്യദൈവത്തെ സത്യമായി പിന്തുടരുവാൻ ആഗ്രഹവും താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം. മൂന്നാമത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് 5-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. അപ്പോൾ ഇതും അങ്ങനെ ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രയോഗിക്കുന്നതായിട്ടുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ വ്യാജത്തോടെ വന്നതല്ല, അശുദ്ധിയിൽ നിന്ന് വന്നതല്ല, തെറ്റിൽ നിന്ന് വന്നതല്ല എന്ന് പറഞ്ഞതിന് ശേഷം അതിന് വിശദീകരണമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞങ്ങൾ അങ്ങനെ ആരും ഏൽപ്പിക്കാതെ വന്നതല്ല, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ദൈവം ഞങ്ങളെ ഏൽപ്പിച്ചതിന്റെ അടിസ്ഥാനം ഞങ്ങളെ ദൈവസന്നിധി കൊള്ളാവുന്നവരായി, ഏൽപ്പിക്കാൻ കൊള്ളാവുന്നവരായി തെളിഞ്ഞതുകൊണ്ടാണ്. ഞങ്ങൾ ഇത് വ്യാജത്തിൽ നിന്ന് വന്നതല്ല, അശുദ്ധിയിൽ നിന്ന് വന്നതല്ല. കാരണം ഞങ്ങൾ ഒരു മനുഷ്യന്റെയും ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ അറിയും പോലെ ഇവരുടെ ജീവിതം തെസ്സലോനിക്കയിലെ വിശ്വാസികളുടെ മുമ്പാകെ ഒരു തുറന്ന പുസ്തകമായിരുന്നു. അതിനെക്കുറിച്ച് കഴിഞ്ഞ അധ്യായത്തിൽ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അവർക്ക് മാതൃകയായി നടന്നു. നിങ്ങളുടെ ഇടയിലുള്ള ഞങ്ങളുടെ നടപ്പ് തുടങ്ങിയതായിട്ടുള്ള പദങ്ങളൊക്കെ അവിടെ ഉപയോഗിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് പൗലോസ് അപ്പോസ്തലനും കൂട്ടാളികളും ആരാണ്, എങ്ങനെയാണ്, അവരുടെ ജീവിതം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് അങ്ങനെ ബോധ്യമുണ്ടാവുക? അവർ വളരെ അടുത്ത്, ഒരു തുറന്ന പുസ്തകം പോലെ അവർ വളരെ അടുത്ത് ഇടപഴകുകയും അതുപോലെ തന്നെ അന്യോന്യമുള്ള കൂട്ടായ്മയും ബന്ധവും ഒക്കെ ഏറെ ഉണ്ടായിരിക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. പലപ്പോഴും ആത്മീയ പ്രവർത്തന മേഖലയിലുള്ളവർ അവര് ഒരു അകലം വിട്ട് മനുഷ്യരോട് നിൽക്കുന്നതായ ഒരു പ്രക്രിയ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവര് വരുന്നു, പ്രസംഗിക്കുന്നു, അവർ പോകുന്നു. അതിൽ കവിഞ്ഞ് അവരെ കാണാനോ അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയുവാനോ ഒന്നും യാതൊരു സാധ്യതയും ബാക്കിയുള്ള വിശ്വാസികൾക്കില്ല. അതുപോലെ തന്നെ പ്രവർത്തകർ മാത്രമല്ല, പല വിശ്വാസികളും പല സഭകളിലും ഉണ്ടായിരിക്കുന്നത് അവരാരോടും അങ്ങനെ കാര്യമായിട്ട് ഇടപെടുകയില്ല. അവരുടെ കാര്യങ്ങളൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അവരാരുടെയും കാര്യത്തിൽ ഇടപെടുകയുമില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട മാറി നിൽക്കുന്നതായിട്ടുള്ള ആളുകൾ നമുക്ക് ധാരാളം ഇന്ന് സഭകളിൽ കാണുവാനായിട്ട് കഴിയും. സഭകളിലുമുണ്ട്, പ്രവർത്തന മേഖലകളിൽ ഉള്ളവരുണ്ട്. അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൂടുതൽ അടുക്കും തോറുമാണ് ആളുകളുടെ ബലഹീനതകളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. എന്റെ ജീവിതത്തിലെ ബലഹീനതകളൊന്നും ആരും അറിയരുത്, അതിനൊരല്പം മാറി നിന്നാൽ മതി എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ മാറി നിൽക്കും. അല്ലെങ്കിൽ ചില ആളുകൾ മാത്രമായിട്ട് അവരുടെ ബന്ധം ചുരുങ്ങും. ഇതൊക്കെ ഇന്ന് ക്രിസ്തീയ ലോകത്തിൽ നടക്കുന്നതായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതൊന്നുമല്ല
അന്യോന്യം അറിയുന്ന നിലയിൽ ഉള്ള ഒരു ജീവിത, അറിഞ്ഞാൽ പ്രശ്നമില്ലാത്തുള്ള നിലയിൽ ഒരു ജീവിത വിശുദ്ധി അല്ലെങ്കിൽ കൊള്ളാവുന്ന ജീവിതം നയിക്കുന്ന ആളുകളായിട്ട് വേണം ഇരിക്കുവാനായിട്ട്. ഇന്ന് പലപ്പോഴും പ്രത്യേകിച്ച് സഭയ്ക്ക് പുറത്തു നിന്ന പല സഭകളിലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, അവര് പ്രസംഗിക്കുവാനായിട്ട് മറ്റു സഭകളിൽ നിന്ന് ആളുകളെ വരുത്തി പുതിയ ആളുകളൊക്കെ വന്ന് പുതിയ സന്ദേശങ്ങൾ കേൾക്കുന്നതിൽ ആളുകൾക്ക് വലിയ താല്പര്യമാണ്. പഴയ ആളുകളെ അല്ലെങ്കിൽ സഭയിലുള്ള ആളുകളെയൊക്കെ കേട്ട് മടുത്ത് അപ്പൊ ഏതെങ്കിലും പുതിയ ഒരാൾ വരുമ്പോൾ ആർക്ക് വലിയ ആശ്വാസമാണ്. എന്നാൽ അതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ സന്ദേശം അത് യഥാർത്ഥത്തിൽ തെറ്റിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയാണോ വരുന്നത് എന്നുള്ളത് അങ്ങനെ എവിടുന്നെങ്കിലും വന്ന് വല്ലപ്പോഴും വന്ന് എപ്പോഴെങ്കിലും വന്ന് എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചേച്ച് പോകുന്ന ആളുകളുടെ പ്രസംഗത്തെ കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയില്ല. ആ വ്യക്തിയെ നമുക്കൊരിക്കലും അറിയുന്നില്ല, അവരുടെ ജീവിതത്തെ കുറിച്ച് അറിയുന്നില്ല, അവരുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച് അറിയുന്നില്ല. വ്യാജമായിട്ടുള്ള ധാരാളം പ്രവർത്തകർ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ലോകമാണ് ഈ ലോകം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്ത നാം ഒതുക്കി സൂക്ഷിച്ച് ഒളിച്ചു വെച്ചിരിക്കുന്നതായ ഒരു ജീവിതം ആയാൽ നമ്മളോട് ആളുകൾക്ക് അടുക്കാനും നമ്മളെ ആളുകൾക്ക് കറക്റ്റ് ചെയ്യാനും സഭ എന്നുള്ള നിലയിൽ ഒരു ശരീരമായി മുമ്പോട്ട് പോകാനും പലപ്പോഴും കഴിയുകയില്ല. ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള ജീവിതം അത് ഒരു സഭാജീവിതമല്ല. സഭയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ ഒരു വായും ഒരു ശരീരവും അതുപോലെ ഒരു ഹൃദയവും ഒരു മനസ്സും ഒക്കെയുള്ള ആളുകളാണ് ഒരു സഭയിലുള്ളത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അത് നിങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും എല്ലാവരുടെയും മുമ്പിൽ ഒളിച്ചു വെച്ച ഒരു ജീവിതമായിട്ടല്ല, മറിച്ച് തുറന്ന ഒരു പുസ്തകമായിട്ട് എന്ന് വെച്ച് നാം എല്ലാം, അതായത് മറ്റുള്ളവര് അറിയാത്തതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത് എന്ന് വിചാരിച്ച് അങ്ങനെ നിയന്ത്രണമില്ലാത്തതായ ഒരു തുറന്ന പുസ്തകം അത് ഒരു ആത്മീയ പരിജ്ഞാനത്തിൽ നിന്ന് ഉളവാകുന്നതായിട്ടുള്ള ഒരു ഓപ്പൺനെസ് ആണ് അവിടെ വേണ്ടത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതല്ലാതെ പ്രയോജനമില്ലാത്തതും ദോഷം ഉണ്ടാക്കാവുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളിച്ചു പറയണം എന്നതിനർത്ഥമില്ല. അതൊരു ആത്മീയ പരിജ്ഞാനത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഒരിക്കലും അത് നമ്മളുടെ ജീവിതത്തിലേക്കോ നമ്മുടെ കാര്യങ്ങളിലേക്കോ ആർക്കും ഒരു പ്രവേശനവും ഇല്ലാതെ മതിൽ കെട്ടിവെച്ച് ജീവിക്കുന്ന ഒരു ജീവിതമല്ല ഒരു സഭയിലെ ഒരു വിശ്വാസിയുടെ ജീവിതം, അതുപോലെ തന്നെ ഒരു പ്രവർത്തകന്റെയും ജീവിതം. പിന്നെ ഞങ്ങൾ ഒരിക്കലും മുഖസ്ഥിതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഒരിക്കൽ പോലും ഒരൊറ്റ അവസരത്തിൽ പോലും ഞങ്ങൾ മുഖസ്തുതി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് മുഖസ്തുതി പറയുന്നത്? ഇന്നും നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും പല യോഗങ്ങളിലും ഒക്കെ പ്രസംഗിക്കാൻ വരുന്നവര് അവര് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പ്രസംഗത്തിന്റെ ഇടയിലും അതിന്റെ അവസാനത്തിലും ഒക്കെ അവരെ വിളിച്ചതോ അല്ലെങ്കിൽ ആ വിളിച്ച സഭയിലെ ആരെങ്കിലും ഒക്കെയോ അവര് വളരെയേറെ പ്രശംസിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരിക്കൽ ഞാൻ അടുത്ത് കേട്ടതായിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഞാനിങ്ങനെ കേൾക്കുകയുണ്ടായി. അവിടെ പരിചയപ്പെടുത്തിയതായിട്ടുള്ള ആള് പ്രസംഗിക്കാൻ വന്ന ആളിനെ കുറിച്ച് ഒരു 5-6 പ്രാവശ്യം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നു. ആ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചതായിട്ടുള്ള ആള് അവിടെ പ്രസംഗിക്കാൻ വന്ന ആളിനെ കുറിച്ച് പല പ്രാവശ്യം പുകഴ്ത്തി പറഞ്ഞ് അങ്ങനെ സുഖിപ്പിച്ചു. അപ്പോൾ ആ പ്രസംഗിക്കാൻ വന്ന ആൾ എഴുന്നേറ്റ് നിന്നേച്ച് ആദ്യം പറഞ്ഞത്, ഇപ്പോൾ ഈ ഹോളിലിരിക്കുന്ന മേശയ്ക്കും കസേരയ്ക്കും ഒക്കെ എന്നെ കുറിച്ച് അറിയാം, അത്രയേറെ എന്നെ ഇദ്ദേഹം പുകഴ്ത്തി എന്നുള്ളതാണ്. എന്തോ അദ്ദേഹത്തിന് ആ പുകഴ്ത്തലിൽ ഒരു അസ്വാഭാവികം തോന്നി എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ മറ്റുള്ളവരെ പുകഴ്ത്തി പറയുക, സുഖിപ്പിക്കുക എന്ന് പറയുന്നത് അത് ചിലരുടെ ഒരു രീതിയാണ്, അത് ദൈവികമല്ല. എന്നാൽ പലപ്പോഴും ഇന്ന് സമൂഹത്തിന്റെ പോക്ക് അങ്ങനെയുള്ള അന്യോന്യമുള്ള പുകഴ്ത്തലിലും ഇകഴ്ത്തലിലുമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെ പിന്നിലൊക്കെ ഗൂഢമായ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. എന്നാൽ അങ്ങനെ ഗൂഢമായ ലക്ഷ്യങ്ങളൊന്നും ഈ അപ്പസ്തോലന്മാർക്ക് ഉണ്ടായിരുന്നില്ല, പൗലോസ് അപ്പസ്തോലനും ഉണ്ടായിരുന്നില്ല, തന്റെ കൂട്ടാളികൾക്കും ഉണ്ടായിരുന്നില്ല.
ആരെയെങ്കിലും സുഖിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടണം, ആരെയെങ്കിലും പുകഴ്ത്തി പറഞ്ഞിട്ട് മുഖസ്തുതി പറഞ്ഞിട്ട് എന്തെങ്കിലും നേടണം എന്നുള്ളതായിട്ടുള്ള യാതൊരു താല്പര്യവും അവർക്കില്ല. അതുപോലെ തന്നെ മുഖസ്തുതി ദ്രവ്യാഗ്രഹത്തിനുള്ളൊരു ഉപായമാണ്. അത് മുഖസ്തുതി മാത്രമല്ല, ദ്രവ്യാഗ്രഹത്തിന് ഉപായം മറ്റു പല കാര്യങ്ങളുണ്ട്. മുഖസ്തുതി ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹത്തിന് ഉപായവും ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. ദൈവം സാക്ഷി. അപ്പോൾ ഈ വാക്യം ആരംഭിക്കുന്നത് നിങ്ങൾ അറിയും പോലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ദൈവം സാക്ഷി. പ്രിയമുള്ളവരെ, ആത്മീക ജീവിതത്തിൽ നമ്മളൊക്കെ പുലർത്തേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത്. മറ്റുള്ളവർ അറിയും പോലെ ദൈവം സാക്ഷിയായി നമ്മുടെ ജീവിതത്തിൽ ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഒരുപക്ഷെ മനുഷ്യർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, മനുഷ്യർ വേണ്ടും പോലെ മനസ്സിലാക്കിയില്ലെങ്കിലും, നമ്മെ തെറ്റിദ്ധരിച്ചാലും ദൈവം സാക്ഷിയായിരിക്കണം നമ്മളുടെ അനിർമ്മലതയെക്കുറിച്ച്. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ഇന്ന് ക്രിസ്തീയ മേഖലയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ധനം സമ്പാദനത്തിന് വേണ്ടി ആ ധനസമ്പാദനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് പ്രസംഗങ്ങളിൽ ഏറെയും പോകുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. എന്നാൽ അങ്ങനെ ഒന്നും ഒരിക്കൽ പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയാം, അതിന് ദൈവവും സാക്ഷിയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെയുള്ള ജീവിതം നമുക്ക് സാധ്യമാണ്. എന്നാൽ അതിന് ഒരു വിലയും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നാം ദൈവസന്നിധിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സഭ ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റവും പ്രിയങ്കരമായി തീരുന്നതും ദൈവത്തിന്റെ നാമം നമ്മളിലൂടെ മഹത്വപ്പെടുന്നതും. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മളുടെ ജീവിതവും മറ്റുള്ളവർക്ക് അത് അറിയാവുന്ന നിലയിലും അത് ഗുണകരമാകുന്ന നിലയിലും, അതുപോലെ തന്നെ ദൈവമുമ്പാകെ ദൈവം സാക്ഷിയായി നമ്മെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ടും നമ്മുടെ നല്ല നിലയെക്കുറിച്ച് പറയുവാനായിട്ടും സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.